എല്ലാ സ്കൂളുകളും പ്രവേശനോത്സവത്തിൻ്റെ തിരക്കിലാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷന് കീഴിലെ തോപ്പയിൽ ഗവൺമെൻറ് LP സ്കൂളിൽ ഇന്ന് പ്രവേശനോത്സവമില്ല. തൊട്ടടുത്ത നൂറുൽ ഹുദ മദ്രസയിലാണ് തോപ്പയിൽ ഗവൺമെൻറ് LP സ്കൂളിലെ കുട്ടികൾ പ്രവേശനോത്സവം ആഘോഷിക്കുന്നത്. വർഷം പഴക്കമുള്ള സ്കൂൾ പുതുക്കി പണിയണമെന്നത് നാടിൻ്റെ കാലങ്ങളായുള്ള ആവശ്യമാണ്. സ്കൂളിന് ഫിറ്റ്നസ് നഷ്ടപ്പെട്ടതോടെ 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലായി പഠിക്കുന്ന 24ഓളം വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്ത നൂറുൽ ഹുദ മദ്രസ പ്രവേശനോത്സവവും പഠന സൗകര്യവും ഒരുക്കുകയായിരുന്നു. ഈ വർഷം ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. കഴിഞ്ഞ വർഷത്തേക്കാട്ട് കൂടുതൽ കുട്ടികൾ 1ാം ക്ലാസ്സിലേക്ക് ചേർന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഞങ്ങളുടെ ബിൽഡിങ്ങിന് കൊല്ലം ഫിറ്റ്നസ് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷം തന്നെ അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ട് 31 വരെ അങ്ങനെ പ്രവർത്തിച്ചതായിരുന്നു. ഈ വർഷം ഞങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ തൊട്ടടുത്തുള്ള മദ്രസയിലേക്കാണ് 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയിച്ചതാണ്. ഇപ്പോൾ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് CRZ പരിധിയിലുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അതിൽ കുറേ നമ്മൾ NOC കൊടുക്കാനുണ്ട്. അതെല്ലാം സംഘടിപ്പിക്കണം. ഉദ്യോഗസ്ഥരെ കുറച്ചുകൂടി ഒന്ന് സ്പീഡാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷമെങ്കിലും പ്രവേശനോത്സവം പുതിയ കെട്ടിടത്തിൽ നടത്താം. മദ്രസയുടെ പ്രവർത്തനത്തിലുൾപ്പെടെ മാറ്റം വരുത്തിയാണ് പൊതുവിദ്യാലയത്തിനായി മഹൽ കമ്മിറ്റി സൗകര്യങ്ങൾ ഒരുക്കിയത്. ടീച്ചർ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ നമ്മൾ കമ്മിറ്റി കൂടി ഐക്യകണ്ഠേന എടുത്തൊരു തീരുമാനമാണ്. കാരണം ഒരു വിദ്യാലയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നാട്ടിലെ പൊതുവിടങ്ങളാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നാട്ടുകാരെന്ന നിലയ്ക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഇത് ഞങ്ങൾ കാണിച്ചെന്നുള്ളൂ. ഇപ്പോൾ ടീച്ചർ പറഞ്ഞതനുസരിച്ച് ഏകദേശം 26 കുട്ടികൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മദ്രസ 2 ഷിഫ്റ്റായിട്ട് പ്രവർത്തിക്കുന്നത്, രാവിലെയും രാത്രിയായിട്ട്. പിന്നെ ഒരു നഴ്സറി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ചെറിയൊരു ബിൽഡിംഗ് അപ്പുറത്തുമുണ്ട്. അങ്ങനെ അവർ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളതൊക്കെ ഏകദേശം ഓക്കെയാണ്. ഭാവിയിൽ ഇനിയിപ്പോൾ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമ്മിറ്റി ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ്. കോർപ്പറേഷനിൽ നിന്ന് പുതിയ കെട്ടിടത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും തീരദേശമായതിനാൽ കെട്ടിട നിർമ്മാണത്തിന് ഇനി ചില കടമ്പകൾ കൂടെ കടക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ സംഘടനകളും ചേർന്ന ഒരു കമ്മിറ്റി ഇവിടെ നിലവിലുണ്ട്. എല്ലാവരും ഉണ്ട്. അമ്പല കമ്മിറ്റി, പള്ളി കമ്മിറ്റി എല്ലാം സഹകരിക്കുന്നുണ്ട്. അവർ കൂടി പറഞ്ഞു ഭാവിയിലേക്കൊരു UP സ്കൂളാക്കാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ 2ാം നിലക്കും വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. അടുത്ത വർഷവും ഫണ്ടുണ്ടാവും. എനിക്ക് ഇത്ര 75 വയസ്സ് പോലെ ആയിട്ടുണ്ട്. ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ പെങ്ങന്മാരെല്ലാം പഠിച്ച സ്കൂളാണിത്, തോപ്പൽ സ്കൂൾ. അന്ന് എടമാസ്റ്റായിട്ട് പിന്നെ മമ്മാസ്റ്റ് എന്ന് പറഞ്ഞൊരു മുസ്ലിം സൈനും അതുണ്ടായിരുന്നു. അതിൽ ഓർമ്മയുണ്ട്. പിന്നെ കഞ്ഞി കുടിക്കുമ്പോൾ മുളക് പൊടിച്ചത് കഞ്ഞി തന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിൽ തിരിച്ചു വരണം. സ്കൂളിൽ തിരിച്ച് വന്നിട്ട് നമുക്ക് നല്ലൊരു സ്കൂളായിട്ട് ഈ പ്രദേശത്ത് വരണം. ഈ സ്കൂൾ പൊട്ടിക്കണേ കുറച്ച് നമുക്ക് നല്ല സങ്കടമുണ്ട്. പിന്നെ സ്കൂള് 100 വർഷം പഴക്കമുള്ളതാണ്. നമ്മൾ സ്കൂൾ പൊട്ടിക്കുമ്പോൾ 7 വരെ ആക്കും. എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ 7 വരെ ഇവിടെ നിന്നിട്ട് പോവുള്ളൂ. അധികൃതർ കാര്യങ്ങൾ എളുപ്പമാക്കിയാൽ സ്കൂൾ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കുരുന്നുകൾ.